നമസ്കാരം. ഞാൻ ശ്രീകുട്ടിയുടെ മെൻറ്ററാണ്. ശ്രീകുട്ടിയെ പറ്റി പറയുകയാണെങ്കിൽ വളരെയധികം കൗതുകമുള്ള ഒരു കുട്ടിയാണ്. എന്തും വേഗത്തിൽ അവൾക്ക് പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഏതെങ്കിലും വിഷയം മനസ്സിലായില്ലെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ ചോദിച്ച് അത് മനസ്സിലാക്കിയെടുക്കാൻ അവൾ ശ്രമിക്കുമായിരുന്നു. അതുപോലെ തന്നെ ആ ദിവസം വന്നപ്പോൾ അവൾ വളരെയധികം പതുങ്ങിയിരിക്കുന്ന ഷൈ ആയിട്ടുള്ളൊരു കുട്ടിയായിരുന്നു. പക്ഷേ ഇന്ന് ഈ വീഡിയോ ചെയ്യുമ്പോൾ അവളിലുള്ള കോൺഫിഡൻസ് എനിക്ക് കാണാൻ പറ്റും. അതിലെനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ഈ പ്രോഗ്രാം അവളുടെ ജീവിത ലക്ഷ്യങ്ങൾ നേടാൻ ഒരു ചവിട്ടുപടി ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നന്ദി. നമസ്കാരം, എൻ്റെ പേര് ശ്രീകുട്ടി. ഞാൻ വരുന്നത് IGMRS സ്കൂളിൽ നിന്നാണ്. നമ്മൾ രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോൾ സൈക്കിൾ ഓടിച്ചല്ലേ പോകാറുള്ളത്. റോഡിലൂടെ പോകുന്ന ആളുകളും വാഹനവും കാണാറില്ലേ? എങ്ങനെയാണ് അവർ പിന്നിൽ നിന്ന് മുന്നിലുള്ളവരെ അറിയിക്കുന്നത്? കൈ കാണിച്ചാണോ? അത് കൂയൊന്നുമല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സൈക്കിൾ ബെൽ ഉപയോഗിക്കും. എങ്ങനെയാണ് ഈ ചെറിയ ഉപകരണം വലിയ ശബ്ദമായി മാറുന്നതെന്ന് നമുക്ക് നോക്കാം. കാൽനട യാത്രക്കാർക്കും വാഹനങ്ങൾക്കും മുന്നറിയിപ്പ് നൽകുന്ന ഉപകരണമാണ് സൈക്കിൾ ബെൽ. ഇത് റോഡിലൂടെ സുരക്ഷിതമായി സഞ്ചരിക്കുവാൻ സഹായിക്കുന്നു. ഇനി നമുക്ക് സൈക്കിൾ ബെല്ലിൻ്റെ ഭാഗങ്ങൾ നോക്കാം. ഇതാണ് ബെൽ കവർ. ഈ ബെൽ കവർ കുലുങ്ങിയാണ് ശബ്ദം വരുന്നത്. ഈ ഹാമർ ബെല്ലിനെ അടിച്ച് ശബ്ദമുണ്ടാക്കുന്നു. ഇതാണ് ഗിയർ. ഈ ഗിയർ കറങ്ങുന്ന ഒരു യന്ത്രമാണ് ഗിയർ. ഇതാണ് ലിവർ. ഈ ലിവർ അമർത്തുമ്പോൾ ബെൽ പ്രവർത്തിക്കുന്നു. ഇതാണ് സ്പ്രിങ്. ഈ സ്പ്രിങ് ഹാമറിനെ അടിച്ചതിന് ശേഷം തിരികെ വരാൻ സഹായിക്കുന്നു. ഇനി നമുക്ക് സൈക്കിൾ ബെൽ എങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ലിവർ. ഈ ലിവർ അമർത്തുമ്പോൾ ഈ ലിവറിൻ്റെ ഗിയറുകൾ മുന്നോട്ട് പിന്നോട്ട് ചലിക്കുന്നു. അതുമൂലം ഈ ഗിയർ കറങ്ങുന്നു. ഈ ഗിയർ കറങ്ങുമ്പോൾ ഈ ഹാമർ ചലിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ഈ ഹാമർ ചലിക്കുമ്പോൾ ഈ ഹാമർ തിരികെ കൊണ്ടുവരാൻ ഗിയർ സ്പ്രിങ് സഹായിക്കുന്നു. അങ്ങനെ ഈ ഹാമർ മെറ്റലിൽ പോയി തട്ടുന്നു. പല്ലുകളുള്ള ഒരു വട്ടത്തിൽ കറങ്ങുന്ന യന്ത്രമാണ് ഗിയർ. ഇത് വേഗത, ദിശ അല്ലെങ്കിൽ ചലനത്തിൻ്റെ ബലം മാറ്റാൻ സഹായിക്കുന്നു. ചലനം നടത്തുന്ന ഗിയറിൻ്റെ പേരാണ് ഡ്രൈവർ. ചലനം ഏറ്റുപിടിക്കുന്ന ഗിയറിൻ്റെ പേരാണ് ഡ്രിവൻ. ഇനി നമുക്ക് സൈക്കിൾ ബെല്ലിൻ്റെ ഗിയറിൻ്റെ പറ്റി പഠിക്കാം. റാക്കും പിനിയനും. റാക്ക് മുന്നോട്ടും പിന്നോട്ടും ചലിക്കുമ്പോൾ പിനിയൻ വട്ടത്തിൽ കറങ്ങുന്നു. ഇനി ഗിയർ അനുപാതം എന്താണ് നമുക്ക് നോക്കാം. ഗിയർ അനുപാതം സമം ചലനം ഏറ്റുപിടിക്കുന്ന ഗിയറിൻ്റെ പല്ലുകളുടെ എണ്ണം ബൈ ചലനം നടത്തുന്ന ഗിയറിൻ്റെ പല്ലുകളുടെ എണ്ണം. ചലനം ഏറ്റുപിടിക്കുന്ന ഗിയറിൻ്റെ പല്ലുകളുടെ എണ്ണമാണ് 20 ബൈ ചലനം നൽകുന്ന ഗിയറിൻ്റെ പല്ലുകളുടെ എണ്ണമാണ് 10 സമം 2. ഇത് വേഗത കുറയുന്നു. ഇനി ചലനം ഏറ്റുപിടിക്കുന്ന ഗിയറിൻ്റെ എണ്ണമാണ് 10 സമം ബൈ ചലനം ഏറ്റുപിടിക്കുന്ന നടത്തുന്ന ഗിയറിൻ്റെ പല്ലുകളുടെ എണ്ണമാണ് 20 സമം 1/2. ഇത് വേഗത കൂടുന്നു. ഇനി നമുക്ക് അഭികേന്ദ്ര ബലം എന്താണെന്ന് നമുക്ക് നോക്കാം. ഹാമർ വട്ടത്തിൽ കറങ്ങുമ്പോൾ കേന്ദ്രത്തിലോട്ട് ഒരു ബലം അനുഭവപ്പെടുന്നു. അതാണ് അഭികേന്ദ്ര ബലമെന്ന് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് ഉദാഹരണം നോക്കാം. ഈ കയറിൽ ഈ പന്ത് കെട്ടിയിരിക്കുന്നു. ഈ കയർ കറക്കുമ്പോൾ അഭികേന്ദ്ര ബലമുള്ളത് കൊണ്ട് ഈ പന്ത് വട്ടത്തിൽ കറങ്ങാൻ തുടങ്ങുന്നു. അതുമൂലം ഈ കയർ പൊട്ടിക്കഴിഞ്ഞാൽ ഈ പന്ത് ജഡത്വം മൂലം തെറിച്ചു പോകുന്നു. ഇനി നമുക്ക് സമവാക്യം നോക്കാം. F സമം mv²/r. F എന്നാൽ അഭികേന്ദ്ര ബലം, m എന്നാൽ ഭാരം, v എന്നാൽ വേഗത, r എന്നാൽ ആരം. ഇനി യാന്ത്രിക ഊർജം ശബ്ദോർജമായി മാറുന്നു. അതിനെയാണ് ഊർജ പരിവർത്തനമെന്നും അറിയപ്പെടുന്നത്.
ഊർജം സൃഷ്ടിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. അത് ഒരു രൂപത്തിൽ നിന്നും മറ്റൊരു രൂപത്തേക്ക് മാത്രം പരിവർത്തനം ചെയ്യുന്നു. ഇനി നമ്മൾ സൈക്കിൾ ബെല്ലിൽ അമർത്തുമ്പോൾ യാന്ത്രികോർജം കമ്പനം ചെയ്ത് അത് ശബ്ദോർജമായി മാറുന്നു. അത് നമ്മുടെ ചെവിയിലേക്ക് എത്തുന്നു. ഇനി ശബ്ദ തരംഗങ്ങൾ എങ്ങനെയാണ് സഞ്ചരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ലോഹം കമ്പനം ചെയ്യുമ്പോൾ അതിൻ്റെ വായു തന്മാത്രകൾ മുന്നോട്ട് പിന്നോട്ട് കമ്പനം ചെയ്യുന്നു. അതുമൂലം ഉച്ചമർദ്ദ മേഖലയും നീചമർദ്ദ മേഖലയും സൃഷ്ടിക്കപ്പെടുന്നു. ഉച്ചമർദ്ദ മേഖല എന്നാൽ വായു തന്മാത്രകൾ ചേർന്ന് നിൽക്കുന്നു. നീചമർദ്ദ മേഖല എന്നാൽ അവ അകന്നു നിൽക്കുന്നു. ഈ മാറ്റങ്ങൾ വായുവിലൂടെ സഞ്ചരിച്ച് അത് ഞങ്ങളുടെ ചെവിയിലേക്ക് എത്തുന്നു. ശബ്ദം ചെവിയിലേക്ക് എത്തുന്നു. ഇനി ഈ മെറ്റലിൽ ഈ ബെല്ലടിക്കുമ്പോൾ കുറഞ്ഞ അകലം കൂടിയ ആവൃത്തി ഉള്ള തരംഗങ്ങളാണ് സൃഷ്ടിക്കപ്പെടുന്നത്. ഇവയെ പറയുന്ന പേരാണ് ഉയർന്ന ശ്രുതി. ഇനി ചെണ്ട കൊട്ടുമ്പോൾ കൂടിയ അകലം കുറഞ്ഞ ആവൃത്തിയുമുള്ള തരംഗങ്ങളാണ് സൃഷ്ടിക്കപ്പെടുന്നത്. ഇവയെ പറയുന്ന പേരാണ് താഴ്ന്ന ശ്രുതി. ഇനി അനുനാദം നോക്കാം. ഒരു വസ്തുവിൻ്റെ ചലനം മൂലം മറ്റേ വസ്തുവും ഒരു വസ്തുവിൻ്റെ കമ്പനം മൂലം മറ്റേ വസ്തുവും കമ്പനം ചെയ്യുന്നു. ഇവയെ പറയുന്ന പേരാണ് അനുനാദം. ശബ്ദത്തെ ശക്തിപ്പെടുത്തി കൂടുതൽ ഉച്ചത്തിലാക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നു. ബെല്ലിൻ്റെ മെറ്റൽ ശരീരം അനുനാദത്തിന് സഹായിച്ച് ശബ്ദം കൂടുതൽ സമയം നിലനിർത്താൻ സഹായിക്കുന്നു. ഇനി ഇത് പക്ഷേ പ്ലാസ്റ്റിക് കവർ ആണെങ്കിൽ അനുനാദത്തിന് ശബ്ദമുണ്ടാവുകയില്ല. ഇനി നമുക്കിതിൻ്റെ ഉദാഹരണം നോക്കാം. ഇതാണ് ട്യൂണിംഗ് ഫോർക്ക്. ഈ ട്യൂണിംഗ് ഫോർക്കിൽ ഒരേ നീളമായതുകൊണ്ട് ഈ ട്യൂണിംഗ് ഫോർക്ക് മറ്റേ ട്യൂണിംഗ് ഫോർക്ക് കമ്പനി ചെയ്യുമ്പോൾ ഈ ട്യൂണിംഗ് ഫോർക്കും കമ്പനി ചെയ്യുന്നു. പക്ഷേ രണ്ടാമത്തെ ട്യൂണിംഗ് ഫോർക്ക് അങ്ങനെയല്ല. ഈ ട്യൂണിംഗ് ഫോർക്ക് നീളം കൂടുതലാൽ മറ്റേ ട്യൂണിംഗ് ഫോർക്കും കമ്പനി ചെയ്യുകയില്ല. ഇനി നമുക്ക് സൈക്കിൾ ബെല്ലിലെ ശാസ്ത്രത്തിൻ്റെ മറ്റ് ചില ഉപകരണങ്ങൾ നമുക്ക് നോക്കാം. ഇതാണ് ഗിറ്റാർ. ഈ ഗിറ്റാറിൽ നമ്മൾ കൈകൊണ്ട് കമ്പിയിലടിക്കുമ്പോൾ കമ്പി കമ്പനം ചെയ്യുന്നു. ഇതുമൂലം വായു തന്മാത്രകൾ സൗണ്ട് ബോക്സിലെത്തുന്നു. അങ്ങനെ ശബ്ദം അനുനാദം വഴി പുറത്തേക്ക് വിടുന്നു. ഇനി നമുക്ക് മറ്റു ചില ഉപയോഗങ്ങൾ നോക്കാം. ഇതാണ് അലാറം ക്ലോക്ക്. ഈ അലാറം ക്ലോക്കിൽ നമ്മൾ സമയം സെറ്റ് ചെയ്യുമ്പോൾ അതിലുള്ളിലെ സ്പ്രിങ് അടിഞ്ഞടിഞ്ഞ് നിൽക്കുന്നു. അതുമൂലം ഈ സമയം നിശ്ചിത സമയത്തെത്തുമ്പോൾ ആ സ്പ്രിങ് അകന്നകന്നു നിൽക്കുന്നു. അങ്ങനെ ഗിയറുകൾ കറങ്ങാൻ തുടങ്ങുന്നു. അതുമൂലം ഈ ഹാമർ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുന്നു. അങ്ങനെ ശബ്ദം പുറത്തേക്ക് വരുന്നു. ഇനി നമ്മൾ വിവിധ തരം ബെല്ലുകൾ നോക്കാം. ഇത് നമ്മൾ HMR റൂമിൽ കാണുന്ന ബെല്ലാണ് യാന്ത്രിക ബെൽ. ഈ ബെൽ നമ്മൾ സ്കൂളിൽ കാണുന്ന ബെല്ലാണ് വൈദ്യുത ബെൽ. ഇത് മീൻ വണ്ടിയിൽ പച്ചക്കറി വണ്ടിയിൽ കാണുന്ന ബെല്ലാണ് ഹെയർ ഹോൺ. ഇവയെല്ലാം നമ്മൾ ഊർജ പരിവർത്തനമായി കാണുന്നു. നന്ദി.